പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ദി റോക്ക് നാളെ നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ചെറിയൊരു അപ്ഡേറ്റ് ആണ് പങ്കുവെക്കാനുള്ളത്. നാളെ നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് ലൈൻ സെഗ്മെൻറ്റായി നടക്കാൻ പോകുന്നത് ബ്ലഡ് ലൈൻ അക്നോളജ്മെൻറ്റ് സെറമണിയാണ്. ഈ ബ്ലഡ് ലൈൻ അക്നോളജ്മെൻറ്റ് സെറമണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജേക്കബ് ഫാറ്റുവിനെ ബ്ലഡ് ലൈൻ്റെ ഒഫീഷ്യൽ മെമ്പറായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള മെമ്പേഴ്സും പോൾ ഹേമനും കൂടിയിട്ടുള്ള റിങ്ങിൽ വെച്ചിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു സർപ്രൈസ് നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം നാളത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് നടക്കുന്നത് മാഡിസൺ സ്ക്വയർ ഗാർഡൻ എന്ന MST എന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ എറീനയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷോസ് MSTയിൽ നടക്കുമ്പോൾ WWE വമ്പൻ സർപ്രൈസ് ആ ഒരു ഷോയിൽ നടത്താറുണ്ട്. കൂടാതെ നാളത്തെ ഷോയ്ക്ക് 16,000-ലധികം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് ലുക്കിലായിരിക്കും അവർ ഈ ഒരു ഷോ നടത്താൻ പോകുന്നത്. അപ്പോൾ അവിടേക്ക് ദി റോക്കിനെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളൊരു റൂമറാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. പക്ഷേ നമുക്ക് ഈ ഒരു റൂമർ കിട്ടുന്നത് സീറോ ന്യൂസ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിലിൽ നിന്നാണ്. സീറോ ന്യൂസ് ഇതുപോലെ മുൻപും പുറത്തേക്ക് വിട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ ഈ ഒരു റിപ്പോർട്ടിൽ കൊടുക്കുന്നത് നാളത്തെ ഈ ബ്ലഡ് ലൈൻ അക്നോളജ്മെൻറ്റ് സെറിമണിയും വളരെ ഇലക്ട്രിഫൈങ് ആയിരിക്കും എന്നുള്ളതാണ്. റോക്ക് വരും എന്നുള്ളത് അവർ ഡയറക്റ്റ് പറയുന്നില്ലെങ്കിലും ഇലക്ട്രിഫൈങ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഇലക്ട്രിഫൈങ് സൂപ്പർ സ്റ്റാർ ഇൻ WWE എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ റോക്കിൻ്റെ പേരായിരിക്കും പറയുക. അപ്പോൾ ഇലക്ട്രിഫൈങ് എന്നുള്ളൊരു വേർഡ് അവർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റോക്കിനെ നാളത്തെ സ്മാക്ഡൗണിൽ കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. ദി ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ റോമൻ റെയിൻസ് ഇനി ലീഡറായിട്ട് വരില്ല. അതായത് നിലവിലുള്ള ഫാക്ഷൻ്റെ ഇനി ലീഡറായിട്ട് വരാൻ പോകുന്നത് സോളോ സിക്കോവ അല്ലെങ്കിൽ റോക്ക്. നിലവിൽ സോളോയാണെന്ന് പറയുന്നുണ്ടെങ്കിലും സോളോയ്ക്ക് ഈ ഒരു നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത് റോക്കാണെന്ന് പറഞ്ഞുകൊണ്ട് റോക്ക് അപ്പിയർ ചെയ്യുകയും റോമിനെതിരെയുള്ള ഒരു തുറന്ന വാറിന് അവർ തുടക്കം കുറിക്കുകയും ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നാളത്തെ സ്മാക്ഡൗണിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നാളത്തെ സ്മാക്ഡൗൺ വളരെ ഗംഭീരമായിരിക്കും എന്നുള്ളൊരു റിപ്പോർട്ടുകളൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.